ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ട്രീ ഓഫ് ലൈഫ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ ഒരു ദൂത് അല്ലെങ്കിൽ ഈ കേൾക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ ഒരുപക്ഷെ മാറ്റിമറിക്കാൻ ഉതകുന്നതാണ്. കാരണം ഇത്രയും നാള് ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു മേഖലയാണ്. എന്റെ അറിവുകൾ കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയും അനേകരെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. എങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അനവധി ആൾക്കാർക്ക് അറിയത്തില്ല, ഇതിനെപ്പറ്റി അറിയത്തില്ല. കാരണം ഇത് ഇന്നലെ ഞാൻ കേട്ടപ്പം ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പം അത് ഞാനിപ്പോ നിൽക്കുന്നത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ഇന്നലെ ടിക്കറ്റ് ബുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിന്നപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഈ ലോകത്തിൽ എല്ലാ വാഹനങ്ങളും ഓടിക്കുന്നവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. ചിലത് പൂർണ്ണമായിട്ട് അവർ തന്നെയായിരിക്കും നിയന്ത്രിക്കുക. പക്ഷെ ഈ ട്രെയിൻ മാത്രമേ ഉള്ളൂ ലോക്കോ പൈലറ്റിന് ഒരു നിയന്ത്രണവുമില്ല. അദ്ദേഹത്തിന് എപ്പം ബ്രേക്ക് ചെയ്യണമെന്നോ, എവിടെ വണ്ടി സ്പീഡ് കൂട്ടണമെന്നോ, ഏത് വളവിൽ എത്ര സ്പീഡിൽ കൂടുതൽ എടുത്തു പോകണം ഒന്നും പറ്റുന്നില്ല. ഏത് മേഖലയെ കൊണ്ട് വണ്ടി നിർത്തണം, എപ്പോൾ തുടങ്ങണം, എപ്പോൾ വാഹനം വിടണം, ഇതൊന്നും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. അദ്ദേഹം ഇതൊക്കെ ക്രമീകരിച്ച് അല്ലെങ്കിൽ ഇതിക്ക് നോക്കി വാച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇതിന്റെ നിയന്ത്രണം മുഴുവൻ വേറെ ഒരിടത്ത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു, എനിക്ക് ബുദ്ധിയില്ല. ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പ്രാർത്ഥിക്കാനൊക്കെ പിള്ളേർ വരുമ്പോ പറയുന്നത് എനിക്ക് ബുദ്ധിയില്ല. മാതാപിതാക്കളും പറയുന്നത് ഇവന് ബുദ്ധിയില്ല, ബ്രദറെ പ്രാർത്ഥിക്കണം, ഇവന് ബുദ്ധിയില്ല, ഇവന് ബുദ്ധി കുറവാണ്. അല്ലെങ്കിൽ ചിലർ പറയുന്നത് എനിക്ക് വയ്യ, രാവിലെ എഴുന്നേറ്റ് കാല് നിലത്ത് കുത്തുമ്പോ തന്നെ എനിക്ക് ക്ഷീണമാണ്, എനിക്ക് വയ്യ. ചിലർ പറയുന്നത് എനിക്ക് ഇത്രയും കഴിവുള്ളൂ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പരമാവധി ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അബദ്ധം. ഞാൻ ഇന്നലെ വരെ ഈ ചിന്ത എന്റെ ഉള്ളിലോട്ട് വരുമ്പോഴും ഞാനും ഒരു പരിധി വരെ ചിന്തിച്ചത് ഇതൊക്കെ തന്നെ. പക്ഷെ ഞാൻ ഇനി പറയാൻ വരുമ്പോ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടി. ഇങ്ങനെ കേൾക്കുന്നവരോട് പറയട്ടെ, നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വലിയ വ്യവസ്ഥ, ദൈവം നീതിമാനാണ്. അപ്പൊ ദൈവത്തെ നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും, ദൈവത്തെ എത്ര നിന്ദിച്ചാലും ഉടനെ ഒന്നും ദൈവം വാളെടുത്ത് വെട്ടുവോ, ഇടി വെട്ടിച്ച് നമ്മുടെ തലയെ കൂടെ ഇടി വെട്ടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം എന്താ? ദൈവത്തിനറിയാം ദൈവം സർവശക്തനാണ്. ദൈവത്തിനറിയാം താൻ സർവ്വവ്യാപിയാണ്. ദൈവത്തിനറിയാം താൻ സർവജ്ഞാനിയാണ്. അതുകൊണ്ട് കേവലം ഒരു മനുഷ്യൻ എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞ ഉടനെ ദൈവം വാളെടുത്ത് വെട്ടത്തില്ല. അങ്ങനെയാണ് ഇന്നെന്തോ ഞാൻ പറയാൻ വരുന്നത്. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടല്ലോ. ഇന്ന് അവർ കോള് വന്ന് കട്ടായി പോയതാ. ഇന്ന് കേൾക്കുന്ന ദൂത് നിങ്ങളെ മാറ്റിമറിച്ചേക്കാം. എനിക്ക് ഉറപ്പാണ്. ഞാൻ പറയാൻ വരുന്ന ഒരു കാര്യം കേൾക്കുമെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ രണ്ട് രീതിയിലുള്ള വ്യക്തികളെ നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, നിങ്ങൾ ഇതിൽ ആരാണെന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരു സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ ഒരു നല്ല വെളുത്ത പെയിന്റ് അടിച്ചിട്ടേക്കുന്ന ഒരു പ്രതലം കാണുന്നെന്ന് കൂട്ടി, അല്ലെങ്കിൽ ഒരു ഭിത്തി കാണുന്നെന്ന് കൂട്ടിക്കും. അത് കാണുമ്പോൾ നമ്മൾ എന്നാ പറയുന്നത്, ഇതിന്റെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇത് മുഴുവൻ വെള്ളയടിച്ച് വെച്ചേക്കാണല്ലോ, ഇതിലൊന്നും കാണുന്നില്ലല്ലോ, അയ്യോ കഷ്ടം, ഞാൻ ഇതിൽ എന്തെങ്കിലും എനിക്കുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതിൽ എന്തെങ്കിലും എന്നോട് ചിലത് സംസാരിക്കാനുണ്ടെന്നാ ഞാൻ കരുതി. പക്ഷെ ഇതിലൊന്നും ഇല്ലല്ലോ, ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. പക്ഷെങ്കിൽ അടുത്തൊരു തലമുണ്ട്. അതാ ഞാൻ പറഞ്ഞ 90% ആൾക്കാരിങ്ങനെ അതൊന്നും കാണുന്നില്ലല്ലോ, എനിക്ക് വേണ്ടുന്ന ഒന്നും അതിലില്ലല്ലോ. പക്ഷെ കുറച്ചു പേരുണ്ട് ഇങ്ങനെ വെളുത്ത പ്രതലം കാണുമ്പോൾ അവര് പറഞ്ഞു, അത് ശരി, അങ്ങനെയാണ് എനിക്കൊരു പടം വരയ്ക്കാം, അത് ശരി, എനിക്കിതിലൊരു പക്ഷിയുടെ പടം വരയ്ക്കാം, എനിക്ക് നല്ല പൂവിന്റെ പടം വരയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്റെ കഴിവ് എന്റെ കഴിവ്, ദൈവം തന്ന കഴിവ് എനിക്ക് ഉപയോഗിക്കാൻ ഒരു അവസരം കൂടി വന്നിരിക്കും. ഇങ്ങനെ കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടർത്ഥത്തിലും എടുക്കാം. ഒന്ന്, അയ്യോ കഷ്ടം, തീർന്നു, രക്ഷയില്ല, ഇനിയും രക്ഷയില്ല. ഇന്നെ കേൾക്കുന്നവരോട് നിർത്ത്. ഒരു വലിയ സാധ്യതയുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ വലിയ പ്രതികൂലമുണ്ടല്ലോ,
ആ ഭിത്തി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കരവിരുത് തെളിയിക്കാനുള്ള ഒരു സാധ്യതയാണ് വെളിപ്പെടുന്നത്. ഞാനിത് പറയുമ്പോൾ അവസാനത്തെ ഭാഗം പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും, എനിക്ക് ഉറപ്പുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഞാൻ പതിയെ എനിക്ക് കിട്ടിയ ആലോചന ഇങ്ങനെ പതിയെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഏറ്റവും പുറകിൽ ഏറ്റവും അവസാനം പറയുമ്പോൾ അതിനകത്ത് വലിയൊരു മർമ്മമുണ്ട്. അത് ഞാൻ 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 11-ഉം 12-ലും ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നാമോ മനുഷ്യനിൽ ഉള്ള നമുക്ക് മനുഷ്യന്റെ ആത്മാവിനെയല്ല, ദൈവം തന്നതറിവാൻ ദൈവത്തിന്റെ ആത്മാവിനെ അത്ര തന്നത്. കേവലം കൊരിന്ത്യ സഭയ്ക്ക് 2000 വർഷം മുമ്പേ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഒരു കത്തിന്റെ ഒരു ഭാഗമാണ് തിരുവചനത്തിൽ എഴുതപ്പെട്ടത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഇതിലെന്താ എനിക്ക് കാര്യം എന്നാ ചിലർക്കുണ്ട്, അതിനകത്ത് എന്തോ ഒരു ദൂതുണ്ടല്ലോ, ദൈവത്തിന് എന്തോ എന്നോട് സംസാരിക്കാനുണ്ടല്ലോ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്, ഇന്ന് ദൈവം തരുന്ന ഈ ആലോചന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ 100% ഒരു ഉയർച്ച ഉണ്ടാവും. 100% ഒരു ഉയർച്ച ഉണ്ടാവും. കാരണം ഞാൻ പറയാം, അവിടെ എഴുതിയിരിക്കുന്നതിന് ദൈവം നിങ്ങൾക്ക് തന്നത് അറിവാൻ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെയാണ്. അപ്പോൾ ദൈവത്തിന്റെ കൂടെ നടക്കുകയും പ്രാർത്ഥനയിലും ആത്മാവിലും ആരാധനയിലും ഒക്കെ നിൽക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ വചനം പറയുക, നിനക്ക് ഞാൻ തന്നത് മനുഷ്യമായ ഒരു ബുദ്ധി മാത്രമല്ല ഞാൻ നിനക്ക് തന്നത്, അത് തന്നിട്ടുണ്ട്. അതിലുപരി ഞാൻ തരുന്നത് കാണാൻ തക്കവണ്ണം വലിപ്പമുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള കഴിവുള്ള ഒരാത്മാവിനെ കൂടെ ഞാൻ നിനക്ക് തരിക. അതുകൊണ്ടാണ് കർത്താവ് എന്റെ ശുശ്രൂഷയിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നല്ലതാ, കാരണം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരത്തില്ല. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും ഓർമ്മപ്പെടുത്തും. അപ്പൊ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിക്കോട്ടെ, അല്ല മാതാപിതാക്കളായിക്കോട്ടെ, എന്റെ കുഞ്ഞിന് ബുദ്ധിയില്ല, എനിക്ക് കഴിവില്ലെന്ന് പറയുന്നവരോട് പറയട്ടെ, അത് നിങ്ങൾക്ക് ദൈവം തന്ന ഈ ബ്രെയിൻ വെച്ചിട്ടാ നിങ്ങൾ പറയുന്നത്. പക്ഷെ ദൈവം പറയുന്നത്, ഈ ബ്രെയിൻ ഉള്ളപ്പോ തന്നെ ഇതിനുപരി നിനക്ക് ചിലത് ഓർമ്മപ്പെടുത്താൻ കഴിവുള്ള ഒരു പരിശുദ്ധാത്മാവിനെ കൂടെ ഞാൻ നിനക്ക്. വീണ്ടും ജന്മം എന്ന് പറയുന്നത് തമാശകളിയല്ല. വീണ്ടും ജന്മം എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവുമായിട്ട് ഞാൻ ബന്ധപ്പെടുക. ആ ലോക്കോ പൈലറ്റ് സ്വന്തം താല്പര്യത്തിൽ ഓടിച്ചാൽ, ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് വരുന്നൊരു വാഹനത്തെ കയറാനായി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ലോക്കോ പൈലറ്റ് സ്വന്തം ഇഷ്ടത്തിൽ ഓടിച്ചുകൊണ്ട് വന്നാൽ തിരുവല്ല വരെ ഒന്നും എത്തത്തില്ല. അദ്ദേഹത്തിന്റെ ബുദ്ധിയിലും കഴിവൊന്നും തിരുവല്ല വരെ എത്തില്ല. അപകടം സംഭവിച്ചിരിക്കും. നമ്മൾ ഇന്നലെയും കണ്ടു. അതെനിക്ക് ഇപ്പം ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ ഇത് യഥാർത്ഥത്തിൽ നടക്കുക. കാര്യം അത് നമുക്കറിയാം. മറ്റെന്ത് കണ്ടാലും നമുക്ക് തോന്നും ഇത് AI ആണോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാവമാണ്. ഇന്നലെ ഒരു ഇത് കണ്ടു. ഒരു ട്രെയിന് നിർത്തേണ്ടടുത്ത് നിർത്താതെ മുന്നോട്ട് പോയിട്ട് പിന്നെ റിവേഴ്സ് വരും. ഏതോ നോർത്ത് ഇന്ത്യയിൽ ഏതോ ഒരു സ്റ്റേഷനിൽ നടന്നത്. പോയിട്ട് ആൾക്കാർ നോക്കി നിൽക്കുക, അവിടെ നിർത്തേണ്ട ട്രെയിൻ മുന്നോട്ട് പോകുന്നു, പോയിട്ട് അതുപോലെ തിരിച്ചു വരും. അതും അതിനകത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ അത് AI ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെങ്കില് എന്താ ചെയ്തത്, ലോക്കോ പൈലറ്റ് അദ്ദേഹത്തിന്റെ കഴിവ് ഉപയോഗിച്ച് അങ്ങ് വണ്ടി വിട്ടു. പക്ഷേ 10 മീറ്റർ മുന്നോട്ട് പോയപ്പോ അപകടം നിർത്തിയിട്ട് അത് റിവേഴ്സ് എടുത്തു. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഇന്ന് റിവേഴ്സ് എടുത്തോണം. നിങ്ങളുടെ ബുദ്ധിയിൽ എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദൈവം തന്ന ബുദ്ധിക്ക് പരിമിതി കാണും, പക്ഷെ ദൈവം തന്ന ആത്മാവിന് പരിമിതി ഇല്ല. അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ ബ്രദറെ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഞാനതാ പറഞ്ഞത്. ദൈവവചനം പറയുന്നത് നിങ്ങൾക്ക് തന്ന ആത്മാവ് ദൈവത്തിലുള്ളത് അറിയാൻ. അപ്പൊ ഈ ബുദ്ധി വേണ്ടതാണോ ബ്രദർ പറയുന്നത്? ഞാൻ പറയാം. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് പിടികിട്ടണം. ഇനി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു ആലോചന വന്നപ്പം ഞാൻ കുറച്ചേരം തരിച്ചിരുന്നു പോയി. ഇങ്ങനൊരു സാധ്യം ഈ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് അതുകൂടെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പലതവണ നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കും ഈ ഭാഗം. ക്രിസ്തീയ വിശ്വാസം നിൽക്കുന്നവർ ദൈവവചനത്തിൽ ഈ ഭാഗം അനവധി തവണ വായിച്ചു കാണും, അനവധി തവണ കേട്ട് കാണും. പക്ഷെങ്കിൽ ഇത് അനേകര് ചിന്തിച്ച് കാണത്തില്ല. ശ്രദ്ധിക്കാം, പോവാം. ഓക്കെ,
ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം, അതിന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് വചനം എടുത്ത് വായിക്കാൻ പരിമിതിയുണ്ട്. ബൈബിളൊക്കെ ഇരിപ്പുണ്ട്. വചനം എടുത്ത് വായിക്കാൻ എനിക്ക് ചില പരിമിതികളുണ്ട്. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതിന്റെ 19 മുതൽ 26 വരെയോ അത് 21 മുതൽ 26 വരെയുള്ള ഭാഗത്ത് നമ്മൾ കേട്ടിട്ടുള്ള, നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള, ശ്രദ്ധിച്ചോണം, ഇതിനകത്തൊരു മർമ്മമുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഒരു ലാസറിന്റെയും ധനവാന്റെയും ഉപമ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ലാസർ അവന് ദരിദ്രനായിരുന്നു, എന്നാൽ ധനവാൻ ജീവിതകാലം മുഴുവനും സമ്പത്തിൽ ആശ്രയിച്ച് ധനത്തിൽ ഒന്നിനും കുറവില്ലായിരുന്നു. ലാസർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അവൻ ഈ ധനികന്റെ വാതിൽക്കൽ വന്ന് കിടക്കുന്ന ഒരു ദരിദ്രനായിരുന്നു, വ്രണങ്ങളുള്ളവരായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് നായ്ക്കൾ പോലും വന്ന് അവന്റെ വ്രണത്തിൽ നക്കും, അതുപോലെ നിസ്സഹായാവസ്ഥയിൽ കിടന്ന ഒരു വ്യക്തിയാണ്. അവിടെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് രണ്ടുപേരും മരിച്ചു. ലാസർ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരും അംഗീകരിച്ചിട്ടില്ലാത്ത, പേരില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവം പേര് കൊടുത്തിട്ട് അവിടെ സ്വർഗത്തിലും അവന്റെ പേര് കേട്ടു. അവിടെ എഴുതിയിരിക്കുന്നത് ലാസറിനെ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ധനവാൻ എന്തുകൊണ്ടാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, അതല്ല എന്റെ വിഷയം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ധനവാന് ഈ ലോകപ്രകാരം ഒരു നല്ലൊരടക്കം കിട്ടി. നല്ലൊരടക്കം എന്ന് പറഞ്ഞാൽ നാടിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ ഒരു നല്ലൊരടക്കം കിട്ടി, നല്ലൊരു സംസ്കാരവും കിട്ടി. ഈ ലാസർ എന്ന് പറയുന്ന ഈ ദരിദ്രനായ ഭിക്ഷക്കാരനുണ്ടല്ലോ, മുറിവുകളുള്ളവൻ, അവന് അടക്കം കിട്ടിയെന്നൊന്നും സംസ്കരിച്ചെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. അവനെ ചിലപ്പം അന്നത്തെ മുനിസിപ്പാലിറ്റിക്കാരെ എടുത്തുകൊണ്ട് പോയി കാണും, എവിടെയെങ്കിലും കൊണ്ടിട്ട് കാണും. പക്ഷെ അവനെ എവിടെ കൊണ്ടിട്ടാലും അവനെ ദൂതന്മാര് കൊണ്ടുപോയി സ്വർഗത്തിലാക്കി. ഇവിടെ നല്ല അടക്കം കിട്ടിയ നല്ല 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 ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അത് മുഴുവൻ കിട്ടിയ ആ ധനികൻ അവൻ നരകത്തിലോട്ട് പോയി. യേശുക്രിസ്തു പറഞ്ഞ ഉപമയല്ല, സംഭവമാ പറഞ്ഞു. ഉപമയാണെങ്കിൽ ഉപമയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇത് ഒരു ഉപമയല്ല, സംഭവമാ. നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ നമ്മൾ ഈ ഒരു അനുഭവത്തിൽ വരും. നമ്മളാരും 1000 വർഷമൊന്നും ജീവിച്ചിരിക്കത്തില്ലല്ലോ. 1000 വർഷം ജീവിച്ചാൽ അതിനപ്പുറം ഒരു മരണം എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഒരു ദിവസമുണ്ട് നമ്മൾ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും എല്ലാവർക്കും നിയമിച്ചിരിക്കും. അപ്പൊ ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇന്ന് എന്റെ സബ്ജക്ട് അതല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അവിടെ നിർത്തി നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരികയാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. അവിടെ ധനികൻ ആ ജീവിതത്തിൽ മുഴുവൻ സന്തോഷം അനുഭവിച്ചവൻ നരകത്തിൽ കിടന്നപ്പോൾ നരകയാതന എന്ന് പറയുന്നത് അനുഭവിക്കുക, പൊള്ളലെഴുക്കുക, നരകയാതന കൊള്ളുക. ഈ ധനികൻ നരകത്തിൽ ചെന്നപ്പോൾ കണ്ടത് സ്വർഗത്തിൽ അബ്രഹാമിന്റെ മടിയിൽ ഈ ലാസർ, ഒരിക്കലും പേര് കേട്ടിട്ടില്ലാത്തവൻ, ആരും അംഗീകരിച്ചിട്ടില്ലാത്തവൻ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഈ ധനികൻ പറയുന്നുണ്ട്, അബ്രഹാം പിതാവേ, ഞാനിവിടെ കിടന്ന് യാതന അനുഭവിക്കുക. ആ ലാസറിന്റെ വിരല് തൊട്ട് ഒരു തുള്ളി വെള്ളം എന്റെ നാവിലോട്ട് വെച്ച് എന്നെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി. അപ്പൊ അബ്രഹാം പറയുന്നുണ്ട്, മകനെ, നിന്റെ ജീവിതത്തിൽ മുഴുവൻ നീ സമൃദ്ധിയും സമാധാനവും നന്മയും അനുഭവിച്ചു, ഇവൻ ദുരിതമാണ് അനുഭവിച്ചത്. അന്ന് നിന്റെ വാതുക്കെ കിടന്നവനായി വരും, ഇന്ന് അവന്റെ സഹായമാണ് നീ അന്വേഷിക്കുന്നത്. അപ്പോ പക്ഷെങ്കില് ഭൂമിയിൽ ഇരുന്നപ്പോൾ നീ എടുത്ത തീരുമാനമാണ് നീ അവിടെ എത്തിയതും, ഇവൻ എടുത്ത തീരുമാനമാണ് ഇവനെ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വരാൻ പറ്റാത്തവണ്ണം ഒരു പിളർപ്പുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ആരെ അങ്ങോട്ട് അയക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന പ്രസക്ത ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് ബോധ്യമായിരിക്കും, അതിലേക്ക് പോകും. ഞാൻ അതല്ല പറയാൻ പറ്റുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, മകനെ ഓർക്കുക. ശ്രദ്ധിച്ചോണം ആ വാക്ക്. അബ്രഹാം പറയുന്ന ഒരു വാക്കുണ്ട്, മകനെ ഓർക്കുക. ഓർക്കണം. ധനികൻ അവിടെ കിടന്ന് ഓർക്കുക. നരകയാതന എടുത്ത് നടക്കുമ്പോൾ പണ്ട് ഈ ലാസർ ഇരുന്ന സ്ഥിതിയും താൻ പണ്ടിരുന്ന സ്ഥിതിയും തന്റെ സഹോദരങ്ങൾ ഇരിക്കുന്ന സ്ഥിതിയും ഒക്കെ ഓർക്കുക. അതുകൊണ്ട് അബ്രഹാം 25-ാം വാക്യത്തിൽ പറഞ്ഞ, മകനെ നീ ഓർക്കണം. അപ്പൊ എന്റെ ചോദ്യം, ശരിക്ക് സംസ്കാരം കിട്ടിയ വ്യക്തിയല്ലേ, നല്ലൊരു അടക്ക ശുശ്രൂഷ കിട്ടിയതല്ലേ, നല്ല കൊട്ടും പാട്ടുമായിട്ട് നല്ലൊരു ശുശ്രൂഷ കിട്ടിയ വ്യക്തിയല്ലേ, ആ വ്യക്തിയെ കൊണ്ടുപോയി കല്ലറയെ വെച്ച് അടക്കിയില്ലേ, അല്ലെങ്കിൽ മണ്ണിട്ട് മൂടിയില്ലേ? ആ മൂടിയപ്പം ബ്രെയിൻ മാറ്റി വെച്ചിട്ടാണോ
ബ്രെയിൻ മാറ്റി, അതാണ് പ്രധാന പോയിന്റ്. ബ്രെയിൻ മാറ്റി വെച്ചിട്ടാണോ അടക്കിയത്? ബ്രെയിനും കൂടെ മനുഷ്യൻ ഇന്ന് കാണുന്ന ആ പൂർണ്ണതയേറിയ ആ ശരീരമല്ലേ അടക്കിയത്? ആ ബ്രെയിനും കൂടെ ചേർത്തല്ലേ അടക്കിയത്? പിന്നെ എവിടുന്നായി ഓർമ്മ വന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. ആ ഓർമ്മ എവിടെ? അപ്പോൾ മനുഷ്യന് ദൈവം നൽകുന്ന ബുദ്ധി അബലമായാലും അതിനപ്പുറം നമ്മുടെ ജീവിതത്തോട് ഇടപെടാൻ പറ്റുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. അതാ നമ്മൾ ആദ്യം വായിച്ചത്. ആ 1 കൊരിന്ത്യർ 2:11 പറയുന്നത്, നമുക്ക് ദൈവം തന്ന മനുഷ്യനിലുള്ളത് അറിയാനുള്ള മനുഷ്യബുദ്ധി മാത്രമല്ല, ദൈവത്തിലുള്ളതിലും കൂടെ അറിയാനുള്ള ദൈവത്തിന്റെ ആത്മാവിനെ തരുന്നത്. വീണ്ടും ജനം എന്ന് പറഞ്ഞാൽ അതാ എന്തുകൊണ്ടാണ് എല്ലാവരും അംഗീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് കുറച്ചുപേര് മാത്രം അംഗീകരിക്കുന്നത്? കാര്യം ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടെങ്കിൽ മാത്രമേ ഇത് തുറന്നു കിട്ടത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇത് ഭോഷ്ക മണ്ടത്തരമാണ്. അപ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ധനികന് നല്ല അടക്കവും കിട്ടി, ബ്രെയിനും അടക്കി. പക്ഷെങ്കിൽ അപ്പോഴും അവന് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് ദൈവത്തിന്റെ ആത്മാവിലുള്ളത്. നിന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവനവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നത്. അതായത് ഈ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ലിങ്ക് ചെയ്യുക. അതാണ് അന്യഭാഷ. പലരും പല തർക്കങ്ങളും, അതാണ് ഇതെന്ന ഭാഷ, ലോകത്തിലൊന്നും ഇല്ലല്ലോ. എന്തോ ചെയ്യാനാ? അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് ദൈവം മാത്രം തിരിച്ചറിയുന്ന ഭാഷയാണ്. മനുഷ്യർക്ക് അറിയത്തില്ലെന്നേ. അടുത്തിരിക്കുന്നവന് പോലും പിടികിട്ടത്തില്ല ഇതെന്തോ പറയുന്നത്. അത് വിശ്വാസത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു സഭയിൽ ചെല്ലുമ്പോൾ അവിടെ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. കാര്യം എന്താ? ആയിരിക്കുമെന്നേ. ചിലപ്പോൾ കേട്ട് പറഞ്ഞ് ഒരു വാക്യം കൂടെ കാണുമായിരിക്കും, പക്ഷെ അവർ പറയുന്നത് വിശ്വാസത്തില്ല. അതുകൊണ്ടാ പല വ്യക്തികൾക്ക് പല ഭാഷകൾ വരുന്നത്. എന്തുകൊണ്ടാ? അവർ ഒരു ഗ്രൂപ്പിലിരുന്ന് കേൾക്കുന്നത് തന്നെ അവരിൽ ചിലപ്പോൾ സ്വാധീനം തരും. പക്ഷെ അവർ പറയുന്നത് എഡിഫിക്കേഷന് വേണ്ടി, ആത്മീയമായി വളരാനുള്ള വിശ്വാസത്തിൽ അവർ പറയുന്നത്. അതുകൊണ്ട് വാക്കുകളുടെ അല്ല പ്രസക്തി, വാക്കുകളുടെ പുറകിൽ ഉപയോഗിക്കുന്ന വിശ്വാസത്തിന്റെ പ്രസക്തി. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, മനുഷ്യർക്കത് തിരിച്ചറിയത്തില്ല, പക്ഷെ ദൈവം തിരിച്ചറിയുന്നു. നിന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയാം, നമ്മൾ ലോകപരമായി നമ്മുടെ ഈ ബുദ്ധി വെച്ച് മാത്രം ജീവിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ ഉപയോഗിക്കണം. അതാണ് പ്രാർത്ഥന. നിരന്തരം പ്രാർത്ഥനയിലിരിക്കണം. മണ്ടത്തരമെന്ന് ലോകം പറയും, പക്ഷെ നമുക്ക് മണ്ടത്തരമല്ല. ആരാധിക്കുന്നത് മണ്ടത്തരമെന്ന് ഇത് ചിലർ ചോദിക്കും, ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത ആരാധനയാണല്ലോ. നിങ്ങൾക്ക് ശരിയാ, എന്തോ ചെയ്യാന്? ഞങ്ങൾക്ക് കൂടുതൽ ദൈവത്തിൽ നിന്നുള്ളത് അറിയാന്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാവിയെപ്പറ്റി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പറ്റി, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നേ. നിങ്ങൾക്ക് ഇത്ര അറിഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഞങ്ങൾക്ക് കൂടുതൽ അറിയണം. കാരണം ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത് മനുഷ്യനിലുള്ളതാണ് മനുഷ്യന്റെ ആത്മാവ് അറിയുന്നത്. ദൈവത്തിലുള്ളത് അറിയാനുള്ള ദൈവത്തിന്റെ ആത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല. നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം, ആരാധിക്കണം. പറ്റുമെങ്കിൽ അന്യഭാഷ, വീണ്ടും ജനിച്ച ദൈവമക്കളോട് പറയാം, നിങ്ങൾ മാത്രമേ അത് വിശ്വസിക്കത്തുള്ളൂ, അന്യഭാഷ തന്നെ ആരാധിച്ചോ. ദൈവത്തിൽ നിന്നുള്ളത് അറിയാൻ ദൈവം വെളിപ്പെടുത്തും. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, എന്തുകൊണ്ടാ ദൈവമക്കളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ഒരു പോസിറ്റീവ് മെന്റാലിറ്റി വരുന്നത്? അവൻ കാണുന്നത് കേവല ബുദ്ധിയിലല്ല അവൻ കാണുന്നത്. കേവല ബുദ്ധി കാണുമ്പോൾ തീർന്നു. പക്ഷെ അതിനപ്പുറമുള്ള ദൈവിക ബുദ്ധിയിൽ അവനോട് പറഞ്ഞ തന്നെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ലാസറുടെ കല്ലറയുടെ മുമ്പേ കൊണ്ട് കർത്താവ് പറയാം, നിന്റെ ബുദ്ധി പ്രകാരം തീർന്നു, പക്ഷെ എന്റെ ആത്മാവ് നിനക്ക് തരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ തരുമ്പോൾ നിനക്ക് വിശ്വാസം വന്നിട്ട് നീ കല്ല് മാറ്റിയാൽ മതി, ഇന്ന് മരിച്ചത് വെളിയിൽ വരും. അപ്പോൾ അതാണ് ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ദൈവം തരുന്ന ചില ആലോചനകളുണ്ട്. അത് ചിലപ്പോൾ മണ്ടത്തരമായിരിക്കും, ഭയങ്കര മണ്ടത്തരമായിട്ട് നാട്ടുകാർ പറയും. പക്ഷെ വിശ്വസിക്കുന്നത് നമുക്കത് മണ്ടത്തരമല്ല, നമുക്ക് വിശ്വാസത്തിന്റെ സ്റ്റെപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയാം, നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ജീവിക്കേണ്ടെന്നേ പറയില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നത് നമ്മുടെ ദൈവം തന്ന ബുദ്ധിയിലല്ലേ? അല്ലെങ്കിൽ നമ്മൾ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ദൈവം തന്ന ബുദ്ധിയിലാണ് ചെയ്യുന്നത്. അതൊന്നും ബുദ്ധി വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെങ്കിൽ ഒരു ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ നമുക്ക് ദൈവത്തോട് ആലോചന ചോദിക്കണം, കർത്താവ് എന്തുവാ ഇവിടെ ചെയ്യേണ്ടി, എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടി, ഞാൻ ആരെ കാണണം, എന്ത് പറയണം, എന്ത് ചെയ്യണം? ദൈവത്തോട് ആലോചന ചോദിക്കണം. ഇനി അങ്ങനെ ചോദിച്ചിട്ട് മണ്ടത്തരത്തിൽ പെട്ടുപോയാലും പേടിക്കേണ്ട, ദൈവം അത് അത്ഭുതമാക്കി മാറ്റേണ്ട സമയത്ത് ദൈവം അത് അത്ഭുതമാക്കി മാറ്റും. അബ്രഹാം ഇറങ്ങി തിരിച്ചത് ലോകപ്രകാരം മണ്ടത്തരമായിരുന്നു. അബ്രഹാമിന് തന്നെ മണ്ടത്തരം. 75 വയസ്സിൽ ഇറങ്ങിയിട്ട് ദൈവം തരുമെന്ന് പറഞ്ഞിട്ട് 99 വയസ്സായിട്ട് കുഞ്ഞിനെ കിട്ടുന്നില്ല. മണ്ടത്തരമെന്ന് തോന്നിക്കാണും. പക്ഷെങ്കിൽ ആ മണ്ടത്തരത്തെ ദൈവം ലോകത്തിൽ 3 മതവിശ്വാസികളുടെ
വിശ്വാസികളുടെ പിതാവാണ്. അതായത് യഹൂദമതം, മുസ്ലിംസിന്, യഹൂദന്മാർക്ക്, ക്രിസ്ത്യാനികൾക്ക് അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. കേവലം 25 വർഷം ദർശനവുമായിട്ട് നിന്ന വ്യക്തിയുടെ മുമ്പിൽ ഒന്നും കണ്ടില്ലെന്നേ. പക്ഷെ ദൈവം പറഞ്ഞത് കേട്ട് മുന്നോട്ട് പോയി. അതാ ഞാൻ പറഞ്ഞത്. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, പ്രാർത്ഥനയിലും ആത്മാവിലും ആരാധനയിലും നീ പോയി ചെന്ന് ചില അബദ്ധങ്ങളിൽ പെട്ടുപോയാലും പേടിക്കണ്ട. അവിടെ തന്നെ ഇരുന്നു. ദൈവം അത്ഭുതമാക്കുന്ന സമയമുണ്ട്. കാരണം ദൈവം തന്നത് അറിയുവാൻ ദൈവം തന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാ 1 യോഹന്നാൻ 3:20 പറയുന്നത്, നിങ്ങളിലുള്ള അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. വേറെ ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട കാര്യമില്ല. അതൊരു സ്വഭാവമാക്കി മാറ്റിക്കോണം. ഇന്ന് നമുക്ക് അങ്ങനെ അതിനെ ഉപയോഗിക്കാം. ദൈവം തന്ന ഒന്ന് അറിയാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? നമ്മൾ ദൈവവചനം ഒരിക്കലും നമ്മളെ ദോഷത്തിൽ കൊണ്ട് ചാടിക്കത്തില്ല. ദൈവവചനം എപ്പോഴും ദൈവത്തിലേക്ക് മാത്രമേ നമ്മളെ വഴി നടത്തത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരത്തില്ല. കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് വന്നാൽ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ദൈവവചനപ്രകാരം ദൈവികമായ ആലോചനകൾ അവൻ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ അനുസരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹവും അത്ഭുതവുമായി മാറും. അങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കും. ഇന്ന് ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കും. തോമസ് ബ്രദർ, ഗോഡ് ബ്ലസ് യു ബ്രദർ, ഗോഡ് ബ്ലസ് യു. ശക്തമായി കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഷേർലി സിസ്റ്റർ, ഗോഡ് ബ്ലസ് യു. ബ്രദർ, ഗോഡ് ബ്ലസ് യു. ബ്രദർ ഐരൂർ എന്നെ കേൾക്കുന്നുണ്ട്. 17 വർഷം മുമ്പേ ക്യാൻസർ രോഗത്തിൽ 85 കിലോ ഉള്ള വ്യക്തി 45 കിലോ ആയിട്ട് മാറിയ വ്യക്തിയാണ്. അവിടുന്നും ഈ ആത്മാവ് തൊട്ടപ്പോൾ എഴുന്നേറ്റ് 17 വർഷമായിട്ട് ഇപ്പൊ തന്റെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് ഓടി നടക്കുക. ഇതൊക്കെ മനുഷ്യബുദ്ധി നടക്കുമോ? ഗോഡ് ബ്ലസ് യു. ഇവിടെ അനേകർ ജോയിൻ ചെയ്യുന്നുണ്ട്. മറിയാമ്മ എബ്രഹാം, ഗോഡ് ബ്ലസ് യു. അനേകർ ജോയിൻ ചെയ്യുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുക. ഇന്ന് ദൈവം തന്ന ആലോചന പ്രകാരം പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക. ഇന്ന് ഈ ലൈവിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന മുഴുവൻ പേരെയും ഇന്ന് നിങ്ങൾ കേൾക്കുന്ന നിമിഷം ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ ചിലതൊക്കെ ആക്ടിവേറ്റ് ചെയ്യട്ടെ. ചില ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യത്തില്ല, അതുപോലെ ഇന്നൊന്ന് അപ്ഡേഷൻ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തന്ന കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. യേശു നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്ന് കേട്ട പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിങ്ങൾ മനുഷ്യരിലുള്ളത് മനുഷ്യർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ദൈവത്തിലുള്ളത് ദൈവത്തിനറിയാം. എന്നാൽ ദൈവത്തിലുള്ളത് അറിയുവാൻ ദൈവം നിങ്ങൾക്ക് എന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ തന്നുവെന്ന് ദൈവജനം പറയുമ്പോൾ ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനം ഇന്ന് ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന അത്ഭുതങ്ങളാകട്ടെ. ദൈവീകമായ അനുഗ്രഹത്തിന്റെ വഴികൾ തുറന്നു വരട്ടെ. ദൈവീകമായ അത്ഭുതങ്ങൾ ആരംഭിക്കട്ടെ. ഇന്ന് വരെ തടഞ്ഞതെല്ലാം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. വഴികൾ, വാതിലുകൾ യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. നിരാശകൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ. ദൈവികമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകട്ടെ. ദൈവികമായ അനുഗ്രഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതെങ്ങനെ ചെയ്യാം? ഒറ്റ കാര്യമേ ഉള്ളൂ. ബുദ്ധി കുറവാണെന്ന് പറഞ്ഞാൽ പറയണം. എന്ത് പറയണം? ബുദ്ധി കുറവാണെന്ന് പറയുമ്പോൾ എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായതാണ്. എന്തെങ്കിലും കുറവുണ്ടെന്നും മനുഷ്യർ അല്ലെങ്കിൽ സാഹചര്യം പറയുമ്പോൾ പറയണം, എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ധനത്തിനത്തോടും പൂർണ്ണമായും ക്രിസ്തുയേശുവിൽ തീർത്തു തരും. എവിടെങ്കിലും നമ്മൾ ഭയപ്പെടുകയാണെങ്കിൽ പറയണം, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെ ആത്മാവിനെയാ കർത്താവ് തന്നിരിക്കുന്നത്. എവിടെങ്കിലും പരാജയപ്പെടുമെന്ന് തോന്നൽ വരുമ്പോൾ വിളിച്ചു പറയണം, ഇല്ല, എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. മനസ്സിൽ ഭാരം കയറുമ്പോൾ, ഭയം വരുമ്പോൾ വിളിച്ചു പറയണം, ഇല്ല, ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ എന്നെ അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ഞാൻ നിങ്ങളെ നിറയ്ക്കുമെന്ന് പറഞ്ഞൊരു ദൈവം എനിക്കുണ്ട്. ആ വാക്കുകളെ നിങ്ങൾ വചനം വഴി വെട്ടിക്കോണം. ബുദ്ധിയെ അബലമാക്കിക്കൊണ്ട് ആത്മാവിനെ ആക്ടിവേറ്റ് ചെയ്തോണം. വാളെടുത്തു. ആത്മാവിന്റെ വാളാത്. സാഹചര്യങ്ങളെ തകർക്കുന്ന വാളാത്. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയാം, മനുഷ്യബുദ്ധിയിൽ ജീവിക്കരുത്. ദൈവിക ബുദ്ധി, ദൈവം തന്ന ആലോചനയെ ജീവിക്കുക. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. ഒരിക്കലും പരാജയപ്പെടത്തില്ല. ഒരിക്കലും നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകത്തില്ല. കാരണം ദൈവവചനം ഗ്യാരണ്ടി തരുന്നു. അപ്പൊ എത്ര പേർക്ക് ധൈര്യമുണ്ട് ഇത് പറയാൻ? അങ്ങനെയാണ് എന്റെ ബ്രദറെ, 100% ഞാൻ ഉയർച്ച പ്രാപിച്ചിരിക്കും. 100% ഞാൻ എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. 100% എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ആ ഉറപ്പ് നിന്നാ മതി. ഒരു ദോഷവും വരികയില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെയും
കർത്താവ് അനുവദിക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് തമ്മിൽ കണ്ടുമുട്ടാം, കൂട്ടായ്മ ആചരിക്കാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.